18-ാം തീയതി ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കിടക്കുകയായിരുന്നു അമ്മ, ഇപ്പോൾ കഴിക്കാൻ പോവും, ഒരു മണിക്ക് ഞാൻ പോവും. ഇതാ ലാസ്റ്റ് പറഞ്ഞേ, 1 മണിക്ക് പോകും എന്ന്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ടൈം പറയില്ല ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം അന്ന് പറയും, ഞാനിപ്പോൾ പോവും 1 മണിയാവുമ്പോൾ. മോനെ ഓക്കെ, ഇനിയിപ്പോൾ കിടക്കണ്ട മോനെ, എണീക്ക്, ഇനി പൊയ്ക്കോ, ഒന്ന് കഴിക്കുമെന്ന് പറഞ്ഞു. ഇത്രയും ലാസ്റ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഈവനിങ് ആയപ്പോൾ കാര്യം അറിഞ്ഞു. അല്ല, അപ്പം മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല, ഇവിടുന്ന് തിരികെ പോയ ദിവസം മുതൽ അവന് സംസാരിക്കുന്ന ശരിക്കും ലിമിറ്റായിരുന്നു. അതായത് ഇപ്പോൾ കിടക്കുന്നമ്മ, വിളിക്കാം, ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം, ഞാനിപ്പോൾ കിടക്കുന്നു. അപ്പോൾ ഞാൻ ക്ഷീണമായിരിക്കാം, പിന്നെ അവധിയല്ലേ, കിടന്നോ, പിന്നെ വിളിക്കാം, ഞാൻ വിളിക്കാം കേട്ടോ, ഇപ്പം ചാർജില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞങ്ങ് പെട്ടെന്ന് നിർത്തും. എൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല, 2-3 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ, അക്ഷയനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മോനെ സിദ്ധുവിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിദ്ധു ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഫോണ് ഞാൻ എൻ്റെ അടുത്തല്ലേ ഇരുന്ന് ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു, ഞാൻ കേട്ടില്ല, എങ്കിൽ വയ്ക്കട്ടമ്മ, ഇത്രയും പറഞ്ഞിട്ട് വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഇതുപോലെ കോൾ ചെയ്യുമ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ അക്ഷയനെ വീണ്ടും മെസ്സേജ് അയക്കുന്നു, മോനെ സിദ്ധുവിൻ്റെ അടുത്തൊന്ന് കോൾ ചെയ്യുമോ എന്ന് ഞാൻ പറയും മോനെ എന്ന് എന്നിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ്. അത് കഴിഞ്ഞിട്ടും സിദ്ധു ഇങ്ങോട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഇതാ പറയുന്നത്, ഞാൻ കിടക്കുകയായിരുന്നു, പിന്നെ റൂമിൽ ആരും ഇല്ലേ? ഉണ്ട്, ഞാൻ കിടക്കുന്നമ്മ, ഞാൻ പിന്നെ വിളിക്കാമേ, ഇത്രയും പറഞ്ഞിട്ടും കട്ട് ചെയ്യും. ഫെബ്രുവരി 14-നല്ലേ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് അല്ലേ? 15-ന് എറണാകുളം വരെ യാത്ര ചെയ്തു, പിന്നെ തിരിച്ചു പോയി അല്ലേ? അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? എന്താണ് തിരിച്ചു പോകാനുള്ള കാരണം എന്ന് അമ്മ ചോദിച്ചിരുന്നു? രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, റഹാൻ വിളിച്ചിരുന്നു, ഒരു പേപ്പർ എനിക്ക് ഇവിടെ കൊടുക്കണം, അത് എൻ്റെ കയ്യിലായിപ്പോയി, ഞാൻ പോയാലേ പറ്റുള്ളൂ അമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ കോളേജ് കാര്യമല്ലേ അമ്മ, പോയിട്ട് വാ, അടുത്ത ആഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വയ്ക്കട്ടോ, എൻ്റെ കയ്യിൽ ചാർജില്ല, ഞാൻ ചെന്നിട്ട് വിളിക്കാം അമ്മ, അത്യാവശ്യമായിട്ട് റഹാൻ വിളിച്ച്. അവനൊക്കെ പോയിട്ട് രാവിലെ വിളിക്കണേ എന്ന് പറഞ്ഞു. രാവിലെ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ടാവും വിളിച്ചിട്ടില്ല, രാവിലെ ഒരു 10 മണി വരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. 8 മണി മുതൽ 10 മണി വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അക്ഷയനെ ആദ്യം വിളിച്ചത്. അങ്ങനെയാണ് തിരികെ വിളിച്ചത്. സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം അക്ഷയുമായിട്ട് സംസാരിച്ചോ? അക്ഷയിന് കോളേജിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാമോ? അക്ഷയനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം കോണ്ടാക്ട് ചെയ്തപ്പോൾ അവൻ എനിക്ക് സിദ്ധു വിളിക്കത്തക്ക രീതിയിൽ മറുപടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അടുത്ത് കാണണം, അല്ലെങ്കിൽ അക്ഷയായിട്ട് അത്രയും എന്താ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം, എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് വിളിക്കാൻ. പിന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ അക്ഷയനെ വിളിച്ചു, അപ്പോൾ എടുത്തില്ലായിരുന്നു. അൽത്താഫിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആക്സിഡൻ്റ് എന്നാണ് അറിഞ്ഞത്. അപ്പം എനിക്ക് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അൽത്താഫ് ഫോൺ എടുത്തു, എന്നിട്ട് കട്ട് ചെയ്തു. റഹാനെ വിളിച്ചപ്പോൾ റഹാൻ പറഞ്ഞു, ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതങ്ങനെയാണ് വന്നത്, അതങ്ങനെയാണ്. ഞാൻ പിന്നെ എന്ത് ഇഷ്യൂ ആയിരുന്നാലും എനിക്ക് മോനടുത്തൊന്ന് സംസാരിച്ചാൽ മതി, മോന് ഒന്ന് ഫോൺ കൊടുക്ക്, അത് ആ ഇഷ്യൂ വന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചേ, ഞാനപ്പോൾ അറിയുന്നില്ല എന്താണെന്ന്. എന്നിട്ട് റഹാൻ കട്ട് ചെയ്തു. പിന്നെ വേറെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, എന്ന് വെച്ചാൽ ആരും എടുക്കുന്നില്ലായിരുന്നു. പിന്നീട് മരണപ്പെട്ട വിവരം ആരാണ് അറിയിക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു കസിൻ പി ജി ചെയ്യുന്നുണ്ട് അവിടെ, ആ കുട്ടി ബ്രദറിനെ വിളിച്ച് പറഞ്ഞത്. ഉച്ചയ്ക്കെന്തോ അവർ വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈവനിങ് ആയപ്പോൾ അറിഞ്ഞു.